ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് വിശേഷങ്ങളുമായി. മലയാളത്തിൽ വീണ്ടും ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, ബിഗ് ബോസ് സീസൺ 7. അപ്പോൾ സീസൺ 7ൻ്റെ ഒരാഴ്ച കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഒരു വീക്കെൻഡും കഴിഞ്ഞു, ഒരു എവിക്ഷനും കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അല്ലേ? ആദ്യത്തെ 1-2 ദിവസം കൊണ്ട് നമുക്ക് അധികം ഒന്നും ആരെയും അനലൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഈ സീസണെ കുറിച്ചുള്ള ബേസിക് അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് കഞ്ഞി സീസണുകൾ വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ സീസൺ അടിപൊളിയാണ്. തുടങ്ങിയ സമയത്ത്, അതായത് നമ്മുടെ ലോഞ്ച് എപ്പിസോഡിൻ്റെ അന്ന് ഇതിനകത്തേക്ക് വന്ന പകുതി മുക്കാലും ആൾക്കാരെ ആർക്കും അറിയില്ല. പരിചിതമല്ലാത്ത കുറേ മുഖങ്ങളെ കാണുമ്പോഴത്തേക്കും ഇവരൊക്കെ ആരാ ഏതാ എന്നൊക്കെ കരുതിക്കൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ നമുക്കിതിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും പേര് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രസൻസ് ആ ഹൗസിൽ അറിയിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. സോ എനിക്ക് ഇത്തവണത്തെ ഈ ഒരു സീസണിൽ ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് സീസണിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ്. ഇത്രയും നല്ല ഒരു ടീമിനെ സെലക്ട് ചെയ്ത് ആ ഒരു സെലക്ഷൻ കമ്മിറ്റി നല്ലൊരു കൈയടി അർഹിക്കുന്നു. കാരണം ഇവരെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഇവരുടെ കാലിബറോട് അനലൈസ് ചെയ്യാൻ സാധിക്കണമല്ലോ. മുന്നത്തെ സീസണിലൊക്കെ അവസാനം എത്തിയപ്പോഴത്തേക്കും മൊത്തത്തിൽ ആളൊഴിഞ്ഞൊരു ഗ്രൗണ്ട് പോലെയായിരുന്നു. നല്ല നല്ല കളിക്കാരൊക്കെ ആദ്യം തന്നെ ഓരോ നെഗറ്റീവ് ഇമേജും താങ്ങിക്കൊണ്ട് ഔട്ടായി പോകുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ടോപ്പ് 5 വന്ന ആൾക്കാരൊക്കെ എല്ലാവരും അർഹർ തന്നെയാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിലുള്ള ഒരു സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ സീസണുകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. സോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാകട്ടെ ഇത്തവണ സീസണിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരുവിധപ്പെട്ട എല്ലാ കണ്ടസ്റ്റൻസും നല്ല കാലിബറുള്ള ആൾക്കാരും നല്ലതുപോലെ കോണ്ടന്റ് കൊടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുമായിട്ടാണ് ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തോന്നുന്നത്. കാരണം ആദ്യത്തെ ഒരു 2 ദിവസമൊക്കെ സാധാരണഗതിയിൽ വളരെ ലിമിറ്റഡ് കോണ്ടന്റ് ഒക്കെ മലയാളം ബിഗ് ബോസിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇത്തവണത്തെ സീസണിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് വളരെ നല്ല രീതിയിലാണ് ചെറുതോ വലുതോ ഭയങ്കര കാര്യമുള്ളതോ കാര്യമില്ലാത്തതോ ആയിട്ടുള്ള നല്ല നല്ല കണ്ടന്റുകളായിരുന്നു ഇത്തവണത്തെ ഈ ഒരു 1 വീക്കിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ വീക്കെൻഡ്. അതായത് ഇത്രയും നല്ല രീതിയിൽ ഈ വീക്കെൻഡ് ലാലേട്ടൻ കൈകാര്യം ചെയ്തു. മൊത്തത്തിലൊരു ഹിന്ദി ബിഗ് ബോസ് ടച്ച് എനിക്ക് ഇത്തവണത്തെ മലയാളം സീസണിൽ ഫീൽ ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇമേജ് നോക്കാതെ കളിക്കുന്ന കുറേ കണ്ടസ്റ്റൻസ്, രണ്ടാമത് സ്വന്തമായിട്ട് ബി മലയാളത്തിനൊരു വീട്, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്കെൻഡ് എപ്പിസോഡ് തന്നെയാണ്. അതായത് വീക്കെൻഡിൽ വരുന്ന സമയങ്ങളിൽ പ്രേക്ഷകരൊക്കെ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഹൗസിൽ അത്രയും ദിവസം, അതായത് ആ ഒരാഴ്ച നടന്ന കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ അത് പലപ്പോഴും നടക്കാതെ പോകുന്നു. പകരം ആവശ്യമില്ലാത്ത കുറേ ടാസ്കുകളും ഗെയിമുകളൊക്കെ കൊണ്ടുവന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിന്റെ ആ ഒരു നിലവാരം തീരെ പുലർത്താത്തത് പോലെ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. മറ്റ് ഭാഷകളിലൊക്കെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആ ഒരു വീക്കിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ് തൊട്ടടുത്ത ആഴ്ചയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അത് കാണുമ്പോൾ ഒരു സമാധാനം, ഓക്കെ ആ പ്രശ്നങ്ങളെല്ലാം ചോദിച്ച് സോൾവ് ആയി കഴിഞ്ഞു, അപ്പോൾ അടുത്ത ഒരാഴ്ച ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വോട്ടിങ്ങും നമുക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ മലയാളം ബിഗ് ബോസിൽ ഇതൊന്നും ആയിരുന്നില്ല ഇത്രയും കാലം നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ സീസണിൽ അതും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സംഗതിയായിരുന്നു. കാരണം ഇത്തവണത്തെ വീക്കെൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ബിഗ് ബോസ് പ്രേക്ഷക എന്ന നിലയിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അപേക്ഷിച്ച് മോർണിംഗ് സോങ്ങിന്റെ ഡ്യൂറേഷൻ പോലും ഇത്തവണ കുറച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം കോണ്ടന്റ് ഉണ്ട്. അങ്ങനെ പോകെ വീക്കെൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയ സംശയം, ഈ സീസണിന്റെ പേര് ബിഗ് ബോസ് സീസൺ 7 എന്നത് മാറ്റി അനീഷും 19 കളിക്കാരും എന്നാക്കണോ എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീഷിൻ്റെ സ്ട്രാറ്റജിയാണ്. അത് അവിടെ ഉള്ളവർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കത്തില്ല. അവിടെയുള്ള ഒരുവിധപ്പെട്ട എല്ലാവർക്കും അത് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ അതനുസരിച്ച് ടാക്കിൾ ചെയ്ത് കളിക്കാൻ അവിടെ കഴിയുന്നത് 3-4 പേർക്കാണെന്ന് മാത്രം. ബാക്കിയുള്ളവർക്കൊക്കെ ഇത് അദ്ദേഹത്തിൻ്റെ ഗെയിമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ അതനുസരിച്ചിട്ട് എപ്പോഴും അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും അവരൊരു ഷോയ്ക്കുള്ളിലാണ് നിൽക്കുന്നത് എന്ന് പോലും അവർ മറന്നു പോകുന്ന രീതിയിലാണ് മറ്റേ പുള്ളിക്കാരൻ്റെ പ്രൊവക്കേഷൻ എന്ന് പറയുന്നത്. ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരുപാട് കംപ്ലയിൻസ് ഈ പുള്ളിക്കാരൻ അഗേൻസ്റ്റ് ഹൗസ് മേറ്റ്സ് കൊടുത്തെങ്കിൽ പോലും ലാലേട്ടന് പോലും ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പറയും, ബിഗ് ബോസ് ഹൗസിൻ്റെ റൂൾസിന് അഗേൻസ്റ്റ് ആയിട്ട് പുള്ളിക്കാരൻ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ആദില നൂറയുടെ ഒരു കേസിൽ മാത്രമേ പുള്ളിക്കാരൻ അഗേൻസ്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും നമ്മുടെ ലാലേട്ടന് പോലും പറയാൻ സാധിച്ചുള്ളൂ. ബാക്കിയല്ലാതെ ഒരു തരത്തിലും റൂൾസ് തെറ്റിക്കുന്ന കാര്യങ്ങൾ പുള്ളിക്കാരൻ ചെയ്തിട്ടില്ല. പ്രൊവോക്ക് ചെയ്യാം എന്നുള്ളത് ഈ ഗെയിമിൻ്റെ അടിസ്ഥാന നിയമമാണ്. അപ്പോൾ അത് പക്ഷേ പുള്ളിക്കാരൻ ചെയ്യുന്നത് കുറച്ച് ഓവറാണ്. കാണുന്നത് നമുക്ക് പോലും കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവും. പ്രത്യേകിച്ച് ഇന്ന് രാവിലത്തെ ലൈവിലൊക്കെ ഭയങ്കര ഫ്രസ്ട്രേഷൻ നമുക്ക് തോന്നും. കേട്ടങ്ങ് തലവേദന എടുക്കുന്ന ഒരു തരത്തിലാണ് പുള്ളിക്കാരൻ്റെ ചില സമയത്തെ വർത്തമാനങ്ങൾ. അതായത് പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പറയുന്ന ഒരു പരാതി. പക്ഷേ ഇത് ലാലേട്ടനോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? കാരണം ബിഗ് ബോസ് ടീമിന് ഇത് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ കുറച്ച് നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ അനീഷ് എന്ന് പറയുന്ന കോമണറായിട്ട് വന്ന വ്യക്തി, ഈ ഗെയിമർ, ഇദ്ദേഹം ഒന്നും തന്നെ ചെയ്യുന്നില്ല. അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഗെയിം, മുൻ കാലങ്ങളിൽ പലരും കളിച്ചിട്ടുള്ള ഗെയിം തന്നെയാണ്. പക്ഷേ അതിൽ അവരൊക്കെ വിജയിച്ചു. പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ആയി പോകുന്നില്ലേ എന്നൊരു സംശയം. കാരണം ഒരു പൊടിക്ക് താഴ്ന്നാൽ മാത്രമേ പ്രേക്ഷകരുടെ ഒരു താല്പര്യവും കൂടെ അനീഷിന് കിട്ടാൻ സാധിക്കുള്ളൂ. ആ ബിഗ് ബോസ് ഹൗസിലുള്ള 19 പേരെയും ഇദ്ദേഹം തോൽപ്പിച്ച് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞതുകൊണ്ടും ബിഗ് ബോസിൻ്റെ റൂളുകളൊന്നും ഇദ്ദേഹം തെറ്റിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ടും മാത്രം അദ്ദേഹത്തിന് അവിടെ സർവൈവ് ചെയ്ത് ഒരുപാട് കാലം മുമ്പോട്ട് പോകാൻ പറ്റണമെന്നില്ല. അദ്ദേഹത്തിന് അതിന് വേണ്ടുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ വോട്ടാണ്. അപ്പോൾ അതിനുള്ളിലെ കണ്ടസ്റ്റൻസിനെ ഗെയിമിൻ്റെ പേര് വെറുപ്പിച്ചാലും
പുറത്തുള്ള പ്രേക്ഷകരെ ഒരു പരിധിക്കപ്പുറം വെറുപ്പിക്കാതിരിക്കുന്നതാണ് അനീഷിന് മുന്നോട്ട് കളിക്കാനുള്ളതിൽ ഏറ്റവും നല്ലൊരു ടിപ്പായിട്ട് പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമറാണ്. മുൻ സീസണിൽ വന്നിട്ടുള്ള കോമണേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം ഒരു കോമണർ ആണെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല. ആ രീതിയിലാണ് ഇദ്ദേഹം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കളി പഠിച്ചിട്ട് വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം പ്രിപ്പറേഷൻ എടുത്തത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. മറ്റുള്ള കണ്ടസ്റ്റൻസ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രൊവോക്കേഷൻ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എടാ വാടാ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അവർ അഗ്രസീവ് ആവുന്ന സമയങ്ങളിൽ ഇദ്ദേഹം വളരെയധികം കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് കളിച്ച് മുന്നേറുന്ന കാണുന്നത്. ഞാൻ ഇത് ആരെയും സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല, പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യം ഇതാണ്. അവിടെ എത്ര വലിയ വഴക്കുണ്ടായാലും ഇദ്ദേഹത്തിന് നേരെ ഇനി പീരങ്കിയും കൊണ്ടുവന്നാലും അദ്ദേഹം ഇങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനോ തല്ലാനോ കുത്താനോ മാന്താനോ ഒന്നും പോവാണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവർ അദ്ദേഹത്തിനോടുള്ള സമീപനം മാറ്റുന്നത് മാത്രമേ ഇവിടെ വിലപ്പോകത്തുള്ളൂ. അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറ്റി തന്നു കഴിഞ്ഞാൽ ഒരു കളി അവിടെ നടക്കാൻ പോകില്ല. ഇദ്ദേഹത്തിന് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ബാക്കിയുള്ള ആൾക്കാർ അവരൊരു ഷോയിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഇദ്ദേഹം അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ബി ടീമിന് പോലും റൂൾസ് തെറ്റിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവരവരുടേതായിട്ടുള്ളൊരു ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഒരു ഇറിറ്റേഷനും ദേഷ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരുന്നാൽ പോരെ. എന്തിനാണ് ഈ ആവശ്യമില്ലാതെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കയറി കൊളുത്തിപ്പിടിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യം? ചില സമയങ്ങളിൽ നമുക്ക് എപ്പിസോഡ് നോക്കുമ്പോഴത്തേക്കിനും ഇദ്ദേഹം എന്തെങ്കിലും സംസാരിക്കാനായിട്ട് വരുന്ന സമയത്ത് അവർ മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഇവരുടെ പിടിവിടുന്നു. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേക്കിനും ബാക്കിയുള്ള ആൾക്കാർക്ക് അതൊരു ഇറിറ്റേഷൻ പോലെ. ചില സമയത്തൊക്കെ ഈ അപ്പണിശരത്തൊക്കെ ആവശ്യമില്ലാതെ തന്നെ അങ്ങോട്ട് കയറി ഇദ്ദേഹത്തിനോട് അടി കൂടുന്നത് കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ഇവർ ഈ ജയിലിൽ കിടന്ന സമയത്ത് അപ്പണിശരത്തും അനീഷും അനുമോളും കൂടെയുള്ള ആ ഒരു കോംബോ ഉണ്ടല്ലോ, ആ സമയത്ത് നടന്ന ഇൻസിഡൻസ് ഒക്കെ എന്തൊക്കെയോ ഒരു റൂൾ തെറ്റിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു മൊത്തത്തിൽ. അവർ ആ ചപ്പാത്തി പരത്തുന്ന ടാസ്ക് ആയാലും ഇദ്ദേഹം പുറകെ പോയി വെളുപ്പിന് 3:15 വായിക്കുന്ന സംഭവങ്ങളെല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് ചിരിച്ച് കുറേ ചിരിക്കാനുണ്ടായിരുന്നു ആ ഒരു എപ്പിസോഡിൽ. സത്യം പറഞ്ഞാൽ അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇത് സംഭവം വളരെ സൂപ്പറാണ്. പക്ഷേ എല്ലാവരും ഇദ്ദേഹത്തിന് സ്ക്രീൻ സ്പേസ് കൊടുക്കണോ വേണ്ടെന്നുള്ളത് ബാക്കിയുള്ളവർ ചിന്തിച്ച് ചെയ്യേണ്ടുന്ന കാര്യമാണ്. അവരതനുസരിച്ചിട്ട് കളി മാറ്റി പിടിക്കണം. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ അവർക്കുള്ള കുഴി തോണ്ടുന്ന പോലെ ഇരിക്കും. മുമ്പ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യമാണിത്. അതുപോലെ തന്നെ അനീഷിനും കുറച്ചുകൂടെ നാളോടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രേക്ഷകരെ കൂടെ ഇങ്ങനെ വെറുപ്പിക്കാണ്ട് കുറച്ചൊന്ന് ഒരു മയത്തിലൊക്കെ ഒന്ന് ആയാൽ വളരെ നന്നായിരിക്കും. പക്ഷേ നല്ലൊരു ഗെയിമറാണെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. എനിക്ക് അനീഷിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് ആരുടെ സ്ട്രാറ്റജിയോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് ആ ഹൗസിൽ പിടിച്ചു നിന്ന് കളിക്കാൻ പറ്റുന്നു എന്നുള്ളത് പലരും നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അധികം കമ്പനി വിടാൻ പറ്റത്തില്ല ബാക്കിയുള്ള ആൾക്കാരോട്. അങ്ങനെ കമ്പനി വിടാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഫ്രസ്ട്രേഷൻ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള ആയുധം എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് അദ്ദേഹത്തിനുള്ള ഫ്രസ്ട്രേഷനാണ്. ആ ഒരു ഫ്രസ്ട്രേഷൻ നിലനിർത്തിക്കൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഡേ ബൈ ഡേ നമുക്ക് തന്നെ ഭയങ്കര ഇറിറ്റേഷനാണ്. നമ്മുടെ കൂടെ എന്താണ് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ താമസിച്ചു പോകുന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ആ ഹൗസിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥയും വളരെ കഷ്ടമാണ്. പക്ഷേ അവരതനുസരിച്ച് ഗെയിം മാറ്റി പിടിക്കണം. കാരണം അതാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോഴാണല്ലോ ആ ഒരു സീസണിൽ നമുക്കൊരു സംതൃപ്തി തോന്നുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു എവിക്ഷൻ ഇന്നലെ കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കൂടുതലായിട്ട് സ്ക്രീൻ സ്പേസ് കുറയുന്ന കളിച്ചില്ല എന്ന ആൾക്കാർക്ക് തോന്നുന്ന ഒരാൾ ഔട്ടായി പോകണം. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് എവിക്ഷനിൽ ഇന്നലെ മുൻഷി രഞ്ജിത്ത് ഔട്ടായി പോയത്. അവിടെ പേഴ്സണൽ അല്ലെങ്കിൽ പാവം വ്യക്തി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം ആര് കളിക്കുന്നു അവർക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ ഈ സീസണെങ്കിലും ആ രീതിയിൽ പോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര അൺഫെയർ ജഡ്ജിങ് ആയി പോകും. അതുകൊണ്ടാണ് ലാലേട്ടൻ്റെ ഒരു പ്രോമോ തന്നെ വന്നിരുന്നു, അവർക്ക് ഏടിൻ്റെ പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരായ നമ്മളും കൂടെ സഹായിക്കണം, എന്നാൽ മാത്രമേ അത് ഏടിൻ്റെ പണിയാവൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും നല്ലതുപോലെ ഓരോ ആഴ്ചയും കളിക്കുന്ന ആൾക്കാർക്ക് വോട്ട് കൊടുത്ത് പോവുക, നമ്മുടെ ഹിന്ദി സീസണിലൊക്കെ നടക്കുന്ന പോലെ. അല്ലാതെ എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന പോലെ ഈ ഒരു PR വർക്കും കാര്യങ്ങളും കൊണ്ട് ഒരു സീസൺ മൊത്തത്തിൽ കുളമാവുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഉപയോഗമില്ല. ഇത്തവണത്തെ സീസൺ വെച്ചിട്ടെങ്കിലും നല്ലതുപോലെ കളിക്കുന്ന ആൾക്കാർ മുന്നോട്ട് കയറി വന്നു കഴിഞ്ഞാൽ, കാരണം ഇത്തവണത്തെ സീസണിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ആർക്കും ഒരു ഇമേജ് നോക്കി കളിക്കുന്നതായിട്ട് തോന്നുന്നില്ല. പലരും മുമ്പത്തെ സീസണുകളിൽ സ്വന്തം ഇമേജ് ഇടിയാതെ നോക്കി കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ ആൾക്കാർ കുറേയൊക്കെ കോണ്ടന്റ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമേജ് അങ്ങനെ അധികാരം നോക്കി കളിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സീസൺ നമുക്ക് മലയാളത്തിൽ വരണം. അങ്ങനെ വന്നാൽ മാത്രമേ അടുത്തൊരു സീസൺ വരുമ്പോഴും ആൾക്കാർക്ക് ഇതിലേക്ക് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഇതുപോലെ ധൈര്യത്തോടു കൂടി പറയാനുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് മത്സരിക്കാനും സാധിക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ ഓഡിയൻസിൻ്റെ പ്രിജുഡിസ്ഡ് മൈൻഡ് വെച്ചിട്ട് അവർക്ക് എൻ്റെ ദൈവമേ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പുറത്ത് ഇറങ്ങി എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയായിപ്പോൾ. അങ്ങനെയൊന്നുമല്ല, മറ്റു ഭാഷകളിലെ പോലെ ഇവിടെ മലയാളത്തിലും ബിഗ് ബോസ് എന്താണ് എന്ന് മനസ്സിലാക്കി കളിക്കുന്ന കണ്ടസ്റ്റൻസ് വരണമെന്നുണ്ടെങ്കിൽ ഈ സീസൺ ഇതുപോലെ തന്നെ കളിക്കുന്ന മത്സരാർത്ഥികൾ അവിടെ നിലനിർത്തിക്കൊണ്ട് കളിക്കാത്ത മത്സരാർത്ഥികൾ ആയിരിക്കണം പിന്നെ എവിക്റ്റായി പോയിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇത്തവണത്തെ സീസൺ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.